നമസ്കാരം. കോയമ്പത്തൂർ കാലപ്പെട്ടി എന്ന പ്രദേശത്തൊരു 100 വർഷങ്ങൾക്ക് മേൽ, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്തായാലും കാലഗണന പ്രകാരം എന്തായാലും ഒരു 100 വർഷത്തിന് മേൽ പഴക്കമുള്ള മാരിയമ്മൻ കോവിലുണ്ട്, ഒരെണ്ണമുണ്ട്. അതിന് സമീപത്തായി CSI ചർച്ച് ഒരു പള്ളി പണിയുവാനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി തുടങ്ങിയിരുന്നു. 2010 അവർ അനുമതി വാങ്ങിയെടുത്തതാണ്. അതും വളരെ ഒരു പടുകൂറ്റൻ പള്ളി, ക്രിസ്തുരാജ പള്ളി അല്ലെങ്കിൽ ക്രൈസ്റ്റ് കിങ് ചർച്ച് എന്നുള്ള രീതിയിൽ. ഈ CSI എന്നുള്ള ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള സഭ ഈ വഖഫ് ബോർഡും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഭാരതത്തിലൊരു പക്ഷേ ഏറ്റവും വലിയ ഭൂസ്വത്തിന് ഉടമകളായിരിക്കും, ഏറ്റവും വലിയ ഭൂസ്വത്ത് ഉടമകളായിരിക്കണം ഈ CSI എന്നുള്ളതാണ് പല ഔദ്യോഗിക രേഖകളും നമ്മളോട് പറയുന്നത്. അതൊരു വശത്തൊന്ന് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മാരിയമ്മൻ കോവിലിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ വളരെ അടുത്തായി ഇത്തരത്തിലൊരു പള്ളി വരുന്നു. അതിനെതിരെ N. ബാലസുബ്രഹ്മണ്യൻ എന്നൊരു വ്യക്തി ഒരു പൊതു താൽപ്പര്യ ഹർജി, ഒരു സിവിൽ ഹർജി നൽകി. അത് പല വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ശേഷം ഒടുവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, അത് ജസ്റ്റിസ് GR സ്വാമിനാഥൻ, V. ലക്ഷ്മി നാരായണൻ എന്നിവർ അടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലെത്തി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പള്ളിയുടെ നിർമ്മാണം ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അന്തിമ വിധി വരും. പക്ഷേ ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങളും ഈ കേസിൻ്റെ പിന്നിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങളും പ്രേക്ഷകരുമായി ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ പള്ളി പണിയുന്നത് സർക്കാർ വക സ്ഥലം കയ്യേറിയിട്ടാണ്. അതിനുള്ള അനുമതി രേഖാമൂലം 2010 ജില്ലാ കളക്ടറിൽ നിന്ന് ഇവർ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രക്രിയകൾ വളരെ സുഗമമായി നടപ്പാക്കിയെടുക്കുവാൻ ശേഷിയുള്ളവരാണിവർ. സർക്കാർ വക സ്ഥലം കയ്യേറി, അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, 100 വർഷം പഴക്കമുള്ള ഈ മാരിയമ്മൻ കോവിലിൻ്റെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മാരിയമ്മൻ കോവിലിൻ്റെ പരിസര പ്രദേശങ്ങളിൽ 12ഓളം ക്രിസ്തു കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ വരുവാൻ പോകുന്ന ഒരു പടുകൂറ്റൻ പള്ളിയാണ്. അതൊരു സാങ്കേതികമായ പ്രശ്നം. മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ളൊരു നീക്കം അവിടെ നടക്കുമ്പോൾ കോടതി തന്നെ നിരീക്ഷിച്ചത് കോയമ്പത്തൂർ എന്നുള്ളത് വളരെ സെൻസിറ്റീവായിട്ടുള്ള, ഫ്രജൈലായിട്ടുള്ളൊരു പ്രദേശമാണ്. ഈ വർഗീയ ലഹളകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ തന്നെ ഇതിന് തുടർ നടപടികളിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. കളക്ടറുടെയും റവന്യൂ ഓഫീസർമാരുടെയും RDOയുടെയും എല്ലാം വിശദീകരണം ഇക്കാര്യത്തിൽ കോടതി തേടിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഹർജി സമർപ്പിച്ച N. ബാലസുബ്രഹ്മണ്യൻ എന്ന വ്യക്തി കോടതിയിൽ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, ഇത്തരം സഭകൾ, നിരവധി സഭകൾ തമിഴ്നാട്ടിലാകമാനം നടത്തുന്നുണ്ട്. അതിൻ്റെ തെളിവുകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജോസഫ് വിജയ് ആണിപ്പോൾ മുഖ്യമന്ത്രി, അതുകൊണ്ട് തമിഴ്നാട്ടിലാകമാനം നമ്മൾക്ക് പള്ളികൾ ഉണ്ടാക്കാമെന്നുള്ള ഫ്ലെക്സുകളും ബാനറുകളും തമിഴ്നാട്ടിൽ ഉടനീളം പ്രത്യക്ഷപ്പെട്ടതാണ്. തന്നെയുമല്ല, ഇത് മാത്രമല്ല, N. ബാലസുബ്രഹ്മണ്യൻ സമർപ്പിച്ച തെളിവുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ജോസഫ് വിജയുടെ മന്ത്രിസഭ സ്പീക്കറായി, സഭാധ്യക്ഷനായി തിരഞ്ഞെടുത്ത വ്യക്തി ആയിരക്കണക്കിന് ബൈബിളുകൾ താൻ ഫ്രീ ആയി എല്ലാവർക്കും സൗജന്യമായി വിതരണം ചെയ്ത് കടൽ തീരത്ത് ഒരുപാട് തവണ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ്, ക്രിസ്ത്യാനിയാണ്. ഇതൊന്നും ഒരു വർഗീയതയായിട്ട് ചൂണ്ടിക്കാട്ടിയതല്ല. ഈ കേസിൻ്റെ ആധാരമായിട്ട് ഇത്തരത്തിലുള്ള CSI ചർച്ചിനെ പോലുള്ള സഭകൾ ഇത്തരം പ്രവർത്തികൾക്ക് മുതിരുന്നതിന് എങ്ങനെ ധൈര്യപ്പെടുന്നു, ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ പുനരാരംഭിക്കുവാൻ അവരെന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായി അദ്ദേഹം പറഞ്ഞതാണ്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വിജയുടെ TVKയിലെ ഒരു MLA, മധുര MLA, അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് വാർത്തകൾ ചെയ്തിട്ടുള്ളതാണ്, VMS മുസ്തഫ എന്ന വ്യക്തി സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്നുള്ള പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. സ്പീക്കറുടെ പേര് ഈ ബൈബിൾ വിതരണം ചെയ്ത് നടന്നിരുന്നു എന്ന് പറയുന്നത്. അതുതന്നെയായിരുന്നു അദ്ദേഹം ഈ സ്പീക്കറായി MLA ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അത് തന്നെയായിരുന്നു, ഈ മതപ്രവർത്തനം തന്നെയായിരുന്നു. JCD പ്രഭാകർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ JCDക്കെല്ലാം ഈ പേരുകൾക്കെല്ലാം കുറച്ച് കൗതുകങ്ങളുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. അതിലേക്ക് ഞാനൊന്ന് വരാം. അതാണ് ചരിത്രമൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. JCD പ്രഭാകർ എന്നുള്ള നിയമസഭാ സ്പീക്കർ, സഭാധ്യക്ഷൻ, ബൈബിൾ വിതരണക്കാരൻ. VMS മുസ്തഫ സനാതനധർമ്മത്തെ നശിപ്പിക്കുവാൻ നടക്കുന്നത്. ഇനി മറുപക്ഷത്തേക്ക് പോയാൽ ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മം ഡെങ്കു, മലേറിയ
ഒക്കെ പോലെ നശിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രസ്താവന. ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം പൊതുവേ തന്നെ ഹിന്ദുക്കൾക്കെതിരാണ് എന്നുള്ളൊരു തെളിവുകളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. തന്നെയുമല്ല, ജോസഫ് വിജയ് അധികാരത്തിന് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കുരിശ് കൃഷിക്കാർ സധൈര്യം പരസ്യമായി തന്നെ നിർബന്ധിത മതപരിവർത്തനമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ ഭൂമി കയ്യേറിയുള്ള പള്ളി പണിയലോ ഒക്കെയായി കൂടുതൽ രംഗത്തിറങ്ങി തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളും എൻ ബാലസുബ്രഹ്മണ്യൻ കോടതി സമക്ഷം ഹാജരാക്കിയിട്ടുണ്ട്. കോടതി ഈ തെളിവുകളെല്ലാം പരിശോധിച്ച് ഇതെല്ലാം കൃത്യമാണെന്ന് കണ്ടെത്തി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ മതപരിവർത്തന മാഫിയയുടെ ഒരു പ്രവർത്തന രീതികളിലേക്ക് വരാം. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ JCD പ്രഭാകർ എന്നൊക്കെ ഉള്ള പേരുകൾ വളരെ രസകരമാണ്, അല്ലെങ്കിൽ കൗതുകകരമാണ്, ഒരു പക്ഷേ അപകടകരവുമാണ് നമ്മുടെ ഒരു സംസ്കൃതിക്ക്. ഈ മാരിയമ്മൻ കോവിലിൻ്റെ അടുത്ത് തന്നെ ഇവരെന്തിനാണ് ഈ ഒരു പള്ളി പണിഞ്ഞത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ചരിത്രം, ഈ കോടതി കേസിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ അത്തരമൊരു ചിന്ത കടന്നു പോയിട്ടുണ്ടാകാം. ഉണ്ടെങ്കിൽ തന്നെ അതിന് ലഭിച്ചിട്ടുള്ള ഉത്തരം, നിങ്ങൾ തന്നെ കണ്ടെത്തിയ ഉത്തരം, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ എല്ലാം പരിസരത്ത് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ പണിയുക എന്നുള്ളത് ഈ കുരിശ് കൃഷിക്കാരുടെ ഒരു ശീലമാണ്, സത്യമാണ്. അതിനും അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ മാരിയമ്മൻ എന്നുള്ള പേരിന് തമിഴ്നാട്ടിൽ വളരെ പ്രസക്തിയുണ്ട്. കുലദൈവങ്ങൾക്ക് മുകളിൽ മാരിയമ്മൻ, ദേവിയുടെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒരു രൂപമാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് മാരിയമ്മൻ. മാരിയമ്മൻ എന്നുള്ളത് വസൂരിക്കുൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പരിഹാരമായി മാരിയമ്മനെ ആരാധിക്കുന്നവരുണ്ട്. തന്നെയുമല്ല, വളരെയധികം ശക്തിയുള്ള രൗദ്രഭാവവും ശാന്തഭാവവും ഒക്കെ കൈക്കൊള്ളുന്ന, വിവിധ രൂപത്തിൽ വിവിധ ഇടങ്ങളിൽ കുടികൊള്ളുന്ന ഒരു ദേവിയാണ്, ദേവിയുടെ ഒരു രൂപമാണ് മാരിയമ്മൻ. ഈ മാരിയമ്മൻ്റെ തമിഴ്നാട്ടിലുള്ള പ്രശസ്തി കണക്കാക്കിയിട്ടാണ് അടിസ്ഥാനപരമായിട്ട് ക്രൈസ്റ്റ് കിങ് എന്ന ഒരു പള്ളി വരുമ്പോൾ താമസിയാതെ അവിടെ പ്രധാന പ്രതിഷ്ഠയായി വരുന്നത്, പ്രധാന ആരാധനയായി വരുന്നത് മേരിയായിരിക്കും. ഈ മാരിയും മേരിയും തമ്മിലൊരു സാമ്യം നമുക്ക് പറയുമ്പോൾ തോന്നുമെങ്കിലും CSI ചർച്ചിനെ പോലുള്ള കുരിശ് കൃഷിക്കാർ അതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാറുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ളൊരു പേരാണ്, മക്കൾക്ക് പേരിടുന്നതിലൊന്നാണ് മാരിദാസൻ. മാരിയമ്മയുടെ ദാസനാണ് ആ വ്യക്തി എന്നുള്ളത് സൂചിപ്പിക്കുവാൻ വേണ്ടി ഇടുന്നൊരു പേരാണ്. തമിഴ്നാട്ടിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളൊരു പേരാണ് മേരിദാസൻ. മനസ്സിലായല്ലോ അതിൻ്റെ ഒരു, ഇവരതിനെ വളച്ചൊടിക്കുന്ന രീതി. സെൻറ്റ് തോമസ് ഇവിടെ എത്തി എന്നൊക്കെയുള്ള ചരിത്രം പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ സെൻറ്റ് തോമസിനാൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ട ആളുകളാണെന്നൊക്കെ ഇവർ പറയുന്ന ചരിത്രം വളച്ചൊടിക്കുന്ന ഈ കുരിശ് കൃഷിക്കാരുടെ ചരിത്രത്തിൻ്റെ ഒരു രീതി മനസ്സിലായല്ലോ. ഇനി മറ്റൊരു രസകരമായ കാര്യവും പറയാം. ഇതിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു സമാനത തോന്നിക്കുന്ന ഒരു പേരിടുമ്പോൾ തന്നെ ഇതിലും അവരൊരു വ്യത്യസ്തത പുലർത്തുന്നു. മാരിദാസ് എന്നുള്ള പേര് സാധാരണ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഒന്നെങ്കിൽ MARI അല്ലെങ്കിൽ MAARI, DHAS അല്ലെങ്കിൽ DAAS എന്നാണ് എഴുതുന്നത്. ഇതിൽ മേരിദാസൻ എന്ന് എഴുതുമ്പോൾ MARY DOOS എന്നാണ് എഴുതുന്നത്. ഡോസ്, ദാസിനെ ഡോസ് എന്നാക്കും. പക്ഷെ പറയുമ്പോൾ ദാസ് എന്നേ പറയുള്ളൂ. മേരിദാസ് സാർ അല്ലെങ്കിൽ ജേഷുദാസ് സാർ. യേശുവിനെയാണ് ജേഷു എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ദാസന്മാരെ അവിടെ നിരവധി കാണാം. തന്നെയുമല്ല, ഈ ഹിന്ദു പേരുകൾ, പാരമ്പര്യമായിട്ടുള്ള പേരുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ആ പേരിൻ്റെ ഇടയിലും ഒരു വ്യത്യസ്തത അവർ തിരികും. ജസ്റ്റിൻ സൂര്യ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്, സിനിമാ നടനാണ്. അത്തരത്തിലുള്ള തന്നെ ജോസഫ് വിജയ് അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. സിനിമയിൽ വരുന്നത് വരെ, നമ്മുടെ എച്ച് രാജ തമിഴ്നാട്ടിൽ അത് പുറത്തു വിടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജോസഫ് വിജയ് ആണെന്നുള്ളത് അധികം ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗിക നാമത്തിലാണ്. കാരണം സത്യപ്രതിജ്ഞ അങ്ങനെയല്ലേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് അത് മറക്കേണ്ട കാര്യവുമില്ല. കാരണം ഇപ്പോൾ ഇത്തരക്കാർക്ക് കൂടുതൽ ധൈര്യമായി എന്നുള്ള എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ആ ആരോപണം നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ മതപരിവർത്തനം കുരിശ് കൃഷിയുടെയൊക്കെ മറ്റൊരു വശമുണ്ട്. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ ഭാരതത്തിലെത്തുമ്പോൾ നിർബന്ധിത മതപരിവർത്തനം ബ്രിട്ടീഷുകാരുടെ കാലത്തും പോർച്ചുഗീസുകാരുടെ കാലത്തും എല്ലാം ഇൻക്വിസിഷൻ പോലെയുള്ള, ഗോവൻ ഇൻക്വിസിഷൻ പോലെയുള്ള ക്രൂരതകളിലൂടെ മതപരിവർത്തനം ഈ കുരിശ് കൃഷിക്കാർ നടത്തിയിരുന്നു. അതിനുമപ്പുറത്തേക്ക്, അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വിജയിക്കില്ല എന്ന് കണ്ടപ്പോൾ ഭാരതീയ സംസ്കാരങ്ങളെ തങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഉൾക്കൊണ്ട് അതിനെ സാംശീകരിച്ച് തങ്ങളുടേതാക്കി
തമിഴ്നാടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുക്കുറൾ പോലും തിരുവള്ളുവർ എഴുതിയത് കർത്താവിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഏതോ ഒരു ക്രിസ്ത്യൻ പാതിരിയോട് സംസാരിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആണ് എന്ന് പ്രചാരണം നടത്തി നടക്കുന്ന പാസ്റ്റർമാർ തമിഴ്നാട്ടിലുണ്ട്. യൂട്യൂബ് വീഡിയോകൾ വരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പാസ്റ്റർമാരുടെ തമിഴിൽ. അത്തരത്തിലാണ് ഈ ഒരു ചരിത്രത്തെ വികലമാക്കി സ്വന്തമാക്കി വെടക്കാക്കി തനിക്കാക്കി സ്വാംശീകരിച്ച് മാരീദാസിനെ മേരീദാസനാക്കുന്നത്. ഇത് ഇവരുടെ ഒരു പ്രവർത്തന രീതിയാണ്. ഈ പ്രവർത്തന രീതി കുറച്ചുകൂടി ക്രിയാത്മകമായി കൈക്കൊള്ളുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അത് ജിഹാദികളാണ്. അവർ ഇവരിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. കാരണം ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് അവരുടെ ഒരു പ്രവർത്തന രീതി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജിഹാദികൾക്ക് ഭാരതത്തിൽ അവർ ഈ ജിഹാദിനെത്തുന്നത് വരെ അവരുടെ ഒരു പ്രവർത്തന രീതി, അവർക്കാകെ പരിചിതമായിട്ടുള്ളൊരു പ്രവർത്തന രീതി അധിനിവേശത്തിലൂടെ ഒരു സംസ്കാരത്തിനെ പൂർണ്ണമായും നശിപ്പിച്ച് അവിടെ തങ്ങളുടെ അടയാളങ്ങൾ സ്ഥാപിച്ച് അത് തങ്ങളുടേതാക്കി മാറ്റുക. ഇറാൻ്റെ കാര്യം 6000 വർഷങ്ങൾക്ക് മേൽ പുരാതനമായ ചരിത്രമാണ് ഇറാനുള്ളത്. അതിനെയെല്ലാം നശിപ്പിച്ച് ഇപ്പോൾ ഇസ്ലാമിക ചരിത്രം മാത്രമേ ഉള്ളൂ അവിടെ. എന്നാൽ ഈ 6000 വർഷത്തിൻ്റെ പാരമ്പര്യം അവർ അവകാശപ്പെടുകയും ചെയ്യും. 6000 വർഷങ്ങളല്ല, അതിനും പിന്നോട്ട് ഭാരതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ തുടർച്ച ഇറാൻ പോലുള്ള സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ളൊരു നശീകരണം, സാംസ്കാരിക നശീകരണം നടത്തി, അധിനിവേശത്തിലൂടെ സാംസ്കാരിക പൈതൃക നശീകരണം നടത്തി തങ്ങളുടെ അടയാളങ്ങൾ സ്ഥാപിച്ച് ഇതെല്ലാം തങ്ങളുടേതാണ്, ചരിത്രാതീത കാലം മുതൽ ഞങ്ങളാണ് ഇവിടെയുള്ളത് എന്നുള്ളത് വാളാൽ നേടിയ ഒരു ചരിത്രം മാത്രമേ അവർക്കുള്ളൂ. ഭാരതത്തിലെത്തിയപ്പോൾ വാളാൽ അവർ പലതും നേടി, പക്ഷെ തിരിച്ചടികളുണ്ടായി. ഛത്രപതി ശിവാജി മഹാരാജ് മുതൽ മഹാറാണ പ്രതാപ് വരെയുള്ളവരും അല്ലെങ്കിൽ രഞ്ജിത് സിംഗ് മുതൽ ഹരിസിംഗ് നാൾവ വരെയുള്ളവരും ആധുനിക കാലത്താണെങ്കിൽ അധിനിവേശത്തിലൂടെ കെട്ടിപ്പടുത്ത തർക്ക മന്ദിരത്തെ ഇടിച്ചു കളഞ്ഞ് സംസ്കൃതിയുടെ മന്ദിരം അഭിമാനത്തോടെ തിരിച്ച് പണിതുയർത്തുന്നതും എല്ലാം അവർക്ക് കാണേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ അധിനിവേശം വാള് തൽക്കാലം ഉറയിലിട്ടു. ഈ 1921 ഊരിയ പേനാക്കത്തി ഞങ്ങൾ കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിൽ അത് കടലിൽ എറിഞ്ഞു എന്ന് മാത്രമല്ല, മടിക്കുത്തിലിട്ടിട്ട് ഉപ്പുപ്പായനെയും എടുത്ത് കടലിൽ ഇളഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ പലരും നടക്കുന്നത്. പക്ഷേ അവർ ഈ മതപരിവർത്തനമോ അല്ലെങ്കിൽ അധിനിവേശമോ നിർത്തിയിട്ടില്ല. അതിന് അവർ പുതിയ ഉപാധിയായി കണ്ടെത്തിയിരിക്കുന്നത് ഈ കുരിശ് കൃഷിക്കാരുടെ ഉപാധിയാണ്. പ്രവർത്തന രീതി ഏതാണ്ട് സമാനമായ പ്രവർത്തന രീതി തന്നെ, പക്ഷേ അല്പം കൂടി ഒരു നിയമപരമായിട്ടുള്ള രീതിയിലാണ് അവർ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്കും 1-2 മാസങ്ങൾക്കുള്ളിൽ ഞാനൊരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരത്ത് കുമാരപുരം ഗണപതി കോവിലിനടുത്ത് ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങി ഒരു വലിയ പള്ളി പടുത്തുയർത്തുവാനുള്ള ശ്രമം ഒരു ജിഹാദി നടത്തിയിരുന്നു. അത് തടയപ്പെട്ടു. പക്ഷേ ആ സ്ഥലത്തിനെ സംബന്ധിച്ച് അത് സർക്കാർ ഭൂമി കയ്യേറിയതാണെന്നോ അങ്ങനെ ഒന്നും ഒരു പരാതിയും ഉന്നയിക്കുവാനുള്ള യാതൊരു പഴുതും അവർ നൽകാറില്ല. ഈ കുരിശ് കൃഷിക്കാരെ പോലെ കുരിശ് കൃഷിക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ഈ ഒരു ആർത്തി മാറില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമി കയ്യേറി വിലയ്ക്ക് വാങ്ങി അവർ ചെയ്യില്ല. കാരണം ആലോചിച്ച് നോക്കൂ, അവിടുത്തെ കോയമ്പത്തൂരിലെ മാരിയമ്മൻ കോവിലിന് ചുറ്റുമുള്ള ഹിന്ദുക്കളുടെ ഭാഗ്യമാണ് അവരൊരു പ്രദേശം വിലയ്ക്ക് വാങ്ങി അവിടെ പള്ളി പണിയുവാൻ തുടങ്ങാത്തത്. ഇനി ഒരു പക്ഷേ കോടതിയുടെ വിധി വന്ന് ഈ സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ അതിലേക്ക് കടന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഇത് ശ്രദ്ധയിൽ വന്നതുകൊണ്ട് തന്നെ അതിനും തടസ്സങ്ങളുണ്ടാകാം. പക്ഷേ സ്വന്തമായിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം, കുറേ സ്ഥലങ്ങൾ വാങ്ങി ഒരു 1 ഏക്കർ സ്ഥലത്തോളം സ്വന്തമാക്കിയതിന് ശേഷം അവർ ആ സ്വകാര്യ ഭൂമിയിൽ പള്ളി പണിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തടസ്സം സൃഷ്ടിക്കുവാൻ ഈ എൻ ബാലസുബ്രഹ്മണ്യൻ ശ്രമിച്ചാൽ കണ്ണടച്ച അദ്ദേഹത്തിന് വർഗീയവാദി എന്നുള്ളൊരു പട്ടം നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പച്ച കുത്തി കൊടുക്കും, പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനൊരു സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ മാരിയമ്മയുടെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. ഇത്തരത്തിലൊരു ആർത്തി കലർന്ന പ്രവൃത്തിയാണ് അവർക്ക് ചെയ്യുവാൻ തോന്നി. അതുകൊണ്ട് തന്നെ ഇത് കോടതിയുടെ മുൻപിൽ എത്തി ഇപ്പോൾ തടയപ്പെട്ടു. ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കുരിശ് കൃഷി മാത്രമല്ല, ഇവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ജിഹാദികളും പ്രശ്നമാണ് ഈ മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ. പലപ്പോഴും സനാതനധർമ്മത്തിനെതിരെ ഈ 2 ശക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. കുറേ കാലം മുമ്പ് വരെ ഈ ജോസഫ് വിജയ് എന്നൊരു കളിപ്പാവെ ഇത്തരത്തിലുള്ള ശക്തികൾ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിക്കുന്നത് വരെ DMK പോലുള്ള ശക്തികളുടെ ഒപ്പം ഈ 2 ജിഹാദികളും ഇത്തരത്തിലുള്ള പാസ്റ്റർമാരും ഒരുമിച്ചാണ് ഹിന്ദുക്കൾക്കെതിരെ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചിരുന്നത്. അത് മാത്രമൊന്ന് നോക്കിയാൽ മതി. ആവശ്യം വരുമ്പോൾ ഇവരൊന്നിക്കുകയും അവരുടെ ഒരു നിലപാടും ഒരു മനോഭാവവും വളരെ വ്യക്തമാണ്. അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മുടെ പ്രധാന പ്രശ്നമായിട്ടുള്ള ഈ സനാതനധർമ്മത്തെ അങ്ങ് ഇല്ലാതാക്കാം. കാരണം ഇതിൻ്റെ അത്ര
ഈ സനാതനധർമ്മത്തെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ വീക്ഷണകോണിൽ പറയുകയാണെങ്കിൽ, സനാതനധർമ്മത്തിൻ്റെ അത്ര ഒരു എതിർപ്പ് ഈ അധിനിവേശ ശക്തികൾക്ക് നേരെ ഉയർത്തിയ മറ്റൊരു സംസ്കാരമോ ധർമ്മമോ ലോകത്തിൻ്റെ ചരിത്രത്തിലില്ല. ഈ കുരിശ് കൃഷിക്കാർക്കും ജിഹാദികൾക്കും എല്ലാം കൂടി ഒരു 2000 വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. ആ 2000 വർഷങ്ങൾക്കുള്ളിൽ 10,000 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഒരു സംസ്കാരം, ഒരു ധർമ്മം ഇവരെ എതിർത്ത് തോൽപ്പിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് അത്ഭുതകരമായൊരു വിഷയമാണ്, സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഇവർ പലപ്പോഴും ഒന്നിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ പ്രവർത്തന രീതികൾ, ഒരു സംസ്കാരത്തെ ഇവർ ഒരുമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അടിച്ചു തുടങ്ങും. ജിഹാദികൾ കുരിശ് കൃഷിക്കാരെ വിഴുങ്ങും. അല്ല, എവിടെയെങ്കിലും ശക്തി കുരിശ് കൃഷിക്കാർക്ക് കൂടുതലുണ്ടെങ്കിൽ അവർ ജിഹാദികളെ അവിടുന്ന് പുറത്താക്കുവാൻ ശ്രമിക്കും. അതിപ്പോൾ വളരെ വിരളമായേ നടക്കാറുള്ളൂ. കാരണം ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ് നടക്കുന്നത്? ബ്രിട്ടൻ മുഴുവൻ, യൂറോപ്പ് മുഴുവൻ എന്ന് തന്നെ പറയാം, അവിടെയെല്ലാം എന്താണ് നടക്കുന്നതെന്നുള്ളത് ഹംഗറി പോലെ വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രം, ഹംഗറിയോ പോളണ്ടോ പോലുള്ള ചുരുക്കം ചില സ്ഥലങ്ങൾ മാത്രം തൽക്കാലത്തേക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട്, ജിഹാദികളിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്ത്യാനികളെ കുരിശ് കൃഷിക്കാരായി തന്നെ തുടരുന്നു. പക്ഷേ ജിഹാദികളുടെ അധിനിവേശം അവിടെ തുടരുന്നുണ്ട്. അതൊന്നുമല്ല, അവർ തമ്മിലടിച്ച് എന്തോ ആയിപ്പോട്ടെ, നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ വിഷയം. ആ സംസ്കാരത്തിലേക്കുള്ളൊരു അധിനിവേശമാണ്, അധിനിവേശത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് മാത്രമാണ് മേരിദാസനാക്കുവാനുള്ള ഈ ക്രിസ്തു രാജപ്പള്ളിയുടെ വരവ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം. ഇത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് GR സ്വാമിനാഥൻ, V ലക്ഷ്മിനാരായണൻ ഈ 2 ന്യായാധിപന്മാർ കൃത്യമായിട്ട് തന്നെ തമിഴ്നാടിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും തിരിച്ചറിയുന്നവരാണ്, അതിനെ ബഹുമാനിക്കുന്നവരാണ്. അടിസ്ഥാനപരമായിട്ട് നീതി വിട്ടു ഒന്നും ഒരു പ്രവൃത്തിയും ചെയ്യാത്ത, ഒരു വിധിയും ഇന്നേ വരെ നടപ്പാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന യാതൊരു കളങ്കവും എതിരാളികൾക്ക് പോലും ആരോപിക്കുവാൻ സാധിക്കാത്ത 2 ന്യായാധിപന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ മാരിയമ്മൻ്റെ ഇടപെടലുകൾ തീർച്ചയായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാരിയമ്മയ്ക്ക് തൽക്കാലം മേരിയമ്മയാകുവാൻ അല്ലെങ്കിൽ മേരി തായ് ആകുവാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. CSI ചർച്ച ഇനി മനസ്സിലാക്കുവാനുള്ളത്. താമസിയാതെ മാരിയമ്മയെ അതും മനസ്സിലാക്കി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളത് യോജിപ്പാണെങ്കിലും വിയോജിപ്പാണെങ്കിലും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സംവാദങ്ങൾ തുടരാൻ ആ പങ്കുവയ്ക്കൽ ആവശ്യമാണ്. ഒപ്പം തത്വമയി കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെന്ന് ഉറപ്പുവരുത്തുക. തത്വമയി ന്യൂസ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.